ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗുലം രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മൌറീഷ്യസ് ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് രാഷ്ട്രപതി. രാജ്യത്ത് നിന്നും മയക്കുമരുന്ന് ശൃംഖലയെ തുടച്ചു നീക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ശുചിത്വ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന് നാളെ തുടക്കമാകും. തൊഴിൽ രംഗത്തെ കാര്യക്ഷമതയും തൊഴിലാളികളുടെ ക്ഷേമവും വർദ്ധിപ്പിക്കുന്നതിനായി ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കേരള പോലീസിൽ തെറ്റു ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുറ്റം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷം. ICC വനിതാ ക്രിക്കറ്റ് ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം തിരിച്ചുപിടിച്ച് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന. വാർത്തകൾ വിശദമായി. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗുലം ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിച്ചു. ഇന്ത്യ മൌറീഷ്യസ് ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് രാഷ്ട്രപതി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ അയൽപ്പക്കമാദ്യം നയം, മഹാസാഗർ ദർശനം, ഗ്ലോബൽ സൌത്ത് ആശയം എന്നിവയിൽ മൌറീഷ്യസിന് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ന്യൂഡൽഹിയിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധിയെയും പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധിയെയും മൌറീഷ്യസ് പ്രധാനമന്ത്രി സന്ദർശിച്ചു. ഈ മാസം 9-ന് ഇന്ത്യയിലെത്തിയ മൌറീഷ്യസ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ന് അവസാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മധ്യപ്രദേശ് സന്ദർശിക്കും. സ്വസ്ഥ നാരി സശക്ത് പരിവാർ പദ്ധതിക്കും 8-ാമത് രാഷ്ട്രീയ പോഷൺ മാഹ് പരിപാടിക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്ന ദർശനം സംബന്ധിച്ച കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്ഷേമ ആനുകൂല്യങ്ങൾ നേരിട്ട് വിതരണം ചെയ്യപ്പെടുന്നതും ഡിജിറ്റൽ ഏകോപനത്തിലൂടെ അടിസ്ഥാന സൌകര്യ വികസനം ആസൂത്രണം ചെയ്യപ്പെടുന്നതും ഉൾപ്പെടെ വിശദീകരിക്കുന്നതാണ് ലേഖനം. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയാണ് കഴിഞ്ഞ 11 വർഷമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത്. ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര സേവാ പർവ് പരിപാടിയിൽ ഇന്ന് അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിന്റെ ഭാഗമായി ആഗോള നേതൃനിരയിലേക്ക് മുന്നേറാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ വിശദീകരിക്കുന്നു. കാലാവസ്ഥാ വെല്ലുവിളികൾക്കെതിരെയുള്ള പോരാട്ടം മുതൽ ഹരിത ഊർജ്ജത്തിന് നൽകുന്ന പ്രത്യേക പ്രാധാന്യം വരെ ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തി ഇന്ത്യ അന്താരാഷ്ട്ര സംവാദത്തിന് രൂപം നൽകിയിട്ടുണ്ട്. 2015 നവംബറിൽ പാരീസിൽ നടന്ന COP21-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാങ്കോയിസ് ഹോളണ്ടും ചേർന്നാണ് അന്താരാഷ്ട്ര സോളാർ അലയൻസ് ആരംഭിച്ചത്. हमने तय किया है कि साल 2030 तक हमारी 40% बिजली की क्षमता नॉन फोसिल फ्यूल बेस्ड संसाधन से पैदा हो. बीते 4 वर्षों में भारत ने रिन्यूएबल एनर्जी की अपनी क्षमता को 72 गीगावाट यानी 2 गुना किया है. ആഗോള സോളാർ ഗ്രിഡ് വിഭാവനം ചെയ്യുന്നതാണ് ഇന്ത്യയുടെ ഒരു സൂര്യൻ ഒരു ലോകം ഒരു ഗ്രിഡ് സംരംഭം. ദക്ഷിണേഷ്യ മുതൽ ആഫ്രിക്ക, യൂറോപ്പ് വരെയുള്ള പ്രദേശങ്ങളിലുടനീളം സൌരോർജ്ജ വിഭവങ്ങൾ കൂട്ടിയിണക്കുക എന്നതാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ ഹി സേവ 2025 ക്യാമ്പയിന് നാളെ തുടക്കമാകും. ഈ വർഷത്തെ ക്യാമ്പയിൻ സ്വച്ഛ ഓത്സവ് ശുചിത്വത്തിന്റെ ഉത്സവമായി ആഘോഷിക്കും. കേന്ദ്രമന്ത്രിമാരായ മനോഹർ ലാലും CR പാട്ടീലും ന്യൂഡൽഹിയിൽ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2025-26 റാബി കാലയളവിൽ 362.50 ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യ ഉൽപാദനമാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദേശീയ കാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് സംസ്ഥാന കൃഷിമന്ത്രിമാരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024-25 ഉൽപാദനത്തേക്കാൾ 2.4% കൂടുതൽ ഉൽപാദനമാണ് ലക്ഷ്യമിടുന്നത്. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങളിലൂടെ ട്രാക്ടറുകളുടെയും അനുബന്ധ ഘടകങ്ങളുടെയും നികുതി കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം കർഷകർക്ക് ആശ്വാസമാകുന്നു. വിവിധ കാർഷിക ഉപകരണങ്ങളുടെ GST 12% നിന്നും 5% കുറച്ചത്. പുതിയ ചരക്കു സേവന നികുതി നിരക്കുകൾ ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരും. കേരളത്തിലെ പോലീസ് അതിക്രമങ്ങളും കസ്റ്റഡി മർദ്ദനവും സംബന്ധിച്ച വിഷയം ഇന്ന് നിയമസഭ ചർച്ച ചെയ്തു.
കോൺഗ്രസിലെ റോജി എം ജോൺ ആണ് വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. കുറ്റം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിക്കുന്നതുവരെ എംഎൽഎമാരുടെ നിയമസഭാ കവാടത്തിലെ അനിശ്ചിതകാല സത്യാഗ്രഹം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു. തെറ്റു ചെയ്ത പോലീസുകാരെ സംരക്ഷിക്കുന്നത് സർക്കാർ നയമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയായി അറിയിച്ചു. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് സ്വദേശിയായ യുവാവിനാണ് രോഗബാധ സംശയിക്കുന്നത്. യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. ശക്തമായ ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഇന്ന് ദർശനത്തിനെത്തിയത്. കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നടയടയ്ക്കും. പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ഈ മാസം 20 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിദേശത്ത് ജോലി നൽകാമെന്ന പത്രപരസ്യങ്ങളിൽ വഞ്ചിതരാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ. അംഗീകാരമില്ലാത്ത ഏജൻസികളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം നൽകുന്നതിൽ മാധ്യമങ്ങളും ശ്രദ്ധിക്കണമെന്ന് കമ്മീഷൻ കാക്കനാട് നടന്ന അദാലത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച 1300-ലധികം സമ്മാനങ്ങൾ ഇന്നു മുതൽ ഓൺലൈനായി ലേലം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ്. പ്രധാനമന്ത്രിയുടെ മെമന്റോസ് ലേലത്തിന്റെ 7ാം പതിപ്പിനെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലേലത്തിൽ നിന്നും ലഭിക്കുന്ന പണം നമാമി ഗംഗെ ദൌത്യം പോലുള്ള സർക്കാർ സംരംഭങ്ങളിൽ നിക്ഷേപിക്കും. ലേലത്തിന്റെ മുൻ പതിപ്പിലൂടെ സർക്കാരിന് 50 കോടിയിലധികം രൂപ ലഭിച്ചതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. ഇന്ത്യയിലെ ആരോഗ്യ പരിവർത്തനത്തിന്റെ പ്രധാന സ്തംഭമാണ് മെഡ് ടെക് മേഖലയെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. 11ാമത് ഏഷ്യ പസഫിക് മെഡ് ടെക് ഫോറം 2025 ഉദ്ഘാടന സമ്മേളനത്തെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ഏഷ്യ പസഫിക് മെഡിക്കൽ ടെക്നോളജി അസോസിയേഷൻ അംഗങ്ങളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നതായി കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്തു നിന്നും മയക്കുമരുന്ന് ശൃംഖലയെ തുടച്ചു നീക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദേശത്ത് നിന്നും പ്രവർത്തിക്കുന്ന എല്ലാ മയക്കുമരുന്ന് കച്ചവട സംഘങ്ങളെയും ഇന്ത്യൻ നിയമങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മയക്കുമരുന്ന് വിരുദ്ധ ടാസ്ക് ഫോഴ്സ് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ മേധാവികളുടെ 2ാം ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ വകുപ്പുകളുടെയും കൂട്ടായ ശ്രമത്തിലൂടെ മാത്രമേ മയക്കുമരുന്നിനെതിരായ പോരാട്ടം വിജയിക്കൂവെന്ന് ശ്രീ ഷാ കൂട്ടിച്ചേർത്തു. एक त्रिकोणीय रणनीति के तहत हमने कदम उठाने पड़ेंगे. ड्रग की सप्लाई चेन के लिए हमारा रूथलेस अप्रोच होना चाहिए. डिमांड रिडक्शन में एक स्ट्रेटेजिक अप्रोच होना चाहिए और हार्म रिडक्शन में ह्यूमन अप्रोच होना चाहिए. ये तीनों अप्रोच के साथ एंटी नार्कोटिक्स टास्क फोर्स ने आगे बढ़ना चाहिए. തൊഴിൽ രംഗത്തെ കാര്യക്ഷമതയും തൊഴിലാളികളുടെ ക്ഷേമവും വർദ്ധിപ്പിക്കുന്നതിനായി ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കേന്ദ്ര സർക്കാരും അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ച ചടങ്ങിൽ ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരത്തിലുള്ള സഹകരണം യുവാക്കൾക്ക് ആഗോളതലത്തിൽ മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സഹായകമാകുമെന്ന് ശ്രീ മാണ്ഡവ്യ പറഞ്ഞു. ICC വനിതാ ക്രിക്കറ്റ് ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം തിരിച്ചുപിടിച്ച് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന. ന്യൂ ചണ്ഡീഗഡിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ നടന്ന ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയതോടെയാണ് സ്മൃതി മന്ദാന വീണ്ടും 1ാം സ്ഥാനത്തെത്തിയത്. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ നാറ്റ് സ്കൈവർ ബ്രണ്ടിനെ പിന്തള്ളിയാണ് മന്ദാനയുടെ നേട്ടം. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് അബുദാബി ഷെയ്ഖ് സായിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലം രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മൌറീഷ്യസ് ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് രാഷ്ട്രപതി. രാജ്യത്തു നിന്നും മയക്കുമരുന്ന് ശൃംഖലയെ തുടച്ചു നീക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശുചിത്വ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന് നാളെ തുടക്കമാകും. തൊഴിൽ രംഗത്തെ കാര്യക്ഷമതയും തൊഴിലാളികളുടെ ക്ഷേമവും വർദ്ധിപ്പിക്കുന്നതിനായി ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കേരള പോലീസിൽ തെറ്റു ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുറ്റം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷം. ICC വനിതാ ക്രിക്കറ്റ് ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം തിരിച്ചുപിടിച്ച് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.